ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു BLDC വാൾ ഫാൻ കിറ്റ് ആണ്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുക, അങ്ങനെ കണക്ഷൻസ് കാര്യമായിട്ട് കണക്ഷൻസൊന്നും ഇല്ല. ഇതാണ് മോട്ടർ. നല്ല ബിയറിങ്ങുള്ള നല്ല മോട്ടറാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആക്സസറീസാണ് ഒരു കൺട്രോൾ ബോർഡ്, അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബോർഡാണ്. ഇതിൽ ഫസ്റ്റിലെ കണക്ഷൻ മോട്ടർക്ക് പോകണമാണ്. സെക്കൻഡ് കണക്ഷൻ ഇതിൻ്റെ ഓസിലേറ്റിംഗ് മോട്ടർക്ക് പോണ സാധനമാണ്. ഇതിവിടെ വരും. ഓക്കെ, പിന്നെ ഇത് മോട്ടർക്കുള്ള കേബിളാണ്. കണക്ഷൻ പൂർത്തിയായി. ഇനി ഇവിടെ DC 24 വോൾട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ 24 വോൾട്ട് 2 ആംപിയർ. ഓക്കെ, ഇത് ഇവിടെ ഇതിലിങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇതിന് അതിൻ്റെ കൂടെ ഒരു റിമോട്ടുണ്ട്. റിമോട്ടിന് 5 സ്പീഡുണ്ട്. സിം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഓസിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ, ഒരു പവർ ബട്ടൺ ഉണ്ട്. നമുക്കിത് പവർ കൊടുത്തു നോക്കാം. ഞാൻ പവർ കൊടുക്കാൻ പോവാണ്. തിരിയാൻ തുടങ്ങി. ഓക്കെ, സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇത് ഒന്നാമത്തെ സ്പീഡ്. 2, 3, 4 അത്യാവശ്യം നല്ല സ്പീഡായി. ഇനി ടോപ്പ് സ്പീഡുണ്ട് 5. ഓക്കെ, അതേപോലെ ഓസിലേറ്റിംഗ് മോട്ടറിന് സിം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സിമ്മാണ്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. സാധാരണ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 24 വോൾട്ട് AC മോട്ടറാണ്. ഇത് ഡയറക്റ്റ് AC ആണ്. ഈ കേബിൾ നമ്മളൊന്ന് മുറിച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം അത് AC ആണ്. റൊട്ടേറ്റ് ഉണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ഒരു കേസിൽ ഫിക്സ് ചെയ്ത് നോക്കാം. ഈ കേസിലാണ് ഞാനത് ഫിക്സ് ചെയ്യാൻ പോണത്. പിന്നെ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഓഫാണ്. കുറച്ച് തിരിച്ചു കഴിഞ്ഞാൽ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഫുൾ സ്പീഡ് കൊണ്ടുവരാം. ഫുൾ സ്പീഡാണ് വേണ്ട. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ വെക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹോളിട്ടിട്ട് ഒരു വോളിയം കൺട്രോളിൻ്റെ നോബും കൊടുത്തിട്ട് നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മോട്ടർ അയച്ച് മാറ്റിയിട്ട് ഈ BLDC മോട്ടറിനെ ഇങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ആക്സസറീസായിട്ട് ഇത് വരുന്നുണ്ട്. പിന്നെ മോട്ടർ ഫിക്സ് ചെയ്യാനുള്ള റാക്ക് വരുന്നുണ്ട്. പിന്നെ മോട്ടറിൻ്റെ പുള്ളിയുടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെക്കാനിക്സ് വരുന്നുണ്ട്. 4 സ്ക്രൂ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബാക്കിലാണ് ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഈ മോട്ടർ ഇതിൽ നിന്ന് പഴയ ഫാനിൻ്റെ മോട്ടർ അയച്ചിട്ട് മാറ്റാം. നമ്മൾ ഈ പഴയ കപ്പാസിറ്റിയുള്ള മോട്ടർ, ഇൻഡക്ഷൻ മോട്ടർ മാറ്റിയിട്ട് നമ്മൾ ഇതിവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഇതിന് മോട്ടറൊക്കെ ഉണ്ട്. ഈ മോട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് AC 220 വോൾട്ടിൻ്റെ ആണ്. 24 വോൾട്ടിൻ്റെ മോട്ടർ അവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഓൾറെഡി ഫിറ്റിങ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആ ഫിറ്റിങ്സ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ നീളം ശരിയല്ലെങ്കിൽ
ഇതിന് നീളം വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഈ ഇല്ല കറക്റ്റാണ്. നമുക്കിത് ഉപയോഗിക്കാം, പഴയ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ ജോലി കുറക്കാൻ വേണ്ടിയിട്ട് പഴയ തന്നെ ഉപയോഗിക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഓസിലേറ്റിംഗ് മോട്ടറിൻ്റെ ഈ നെറ്റ് ഊരിയെടുക്കുക. അതിനൊരു കൊച്ചു സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ എടുക്കുന്നത്, തടിയില്ല. ഇതാകുമ്പോൾ നമുക്കിവിടെ സൗകര്യമായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇവിടുന്ന് അയച്ചെടുക്കുക. ഓക്കെ, അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കിലെ സ്ക്രൂ അയക്കണം. അയച്ചിട്ട് ഈ മോട്ടർ ഇവിടുന്ന് മാറ്റണം. മോട്ടർ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വയറ് നമുക്ക് കേടുകൂടാതെ താഴെ നിന്ന് അയച്ചെടുക്കാം. അതിന് ഈ വാൾ ഫാനിൻ്റെ ബാക്ക് ഭാഗം അയച്ചിട്ട് ആ സോൾഡറിങ് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ അപ്പോൾ നമുക്കിനി ഈ സ്ക്രൂ ഇതെല്ലാം ഇതിന് അയച്ചെടുക്കാം. ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്ക്രൂ ഡ്രൈവർ എടുത്താൽ ഒരുപാട് നേരം കയ്യിൽ നമ്മളെ നല്ല ബലം പ്രയോഗിച്ച് ഒരുപാട് സ്ക്രൂ ചെയ്യണോണ്ട് കൈ പ്രശ്നമായിരിക്കാറ്. ഇവിടെ ഇത്തരത്തിലുള്ള മോട്ടർ തന്നെ ടെക്നീഷ്യന്മാർ ഉപയോഗിക്കുക. ഇത് നേരെ സ്ക്രൂ ഡ്രൈവർ പിടിച്ചാൽ ഒന്ന് രണ്ടൊക്കെ തിരക്കിടില്ല. ഇത് 5-6 സ്ക്രൂ ഉണ്ടാകുമ്പോൾ നമ്മൾ മാക്സിമം ഡ്രില്ലർ ഉപയോഗിച്ച് അയക്കും. അപ്പോൾ നമ്മളത് അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വയറുകൾ. ഇത് മോട്ടറിലോട്ട് പോണ വയറാണ്. നമ്മൾ കംപ്ലീറ്റ് അയച്ചെടുക്കുക. ഓക്കെ, അയച്ചെടുത്താൽ മതി, നമുക്കിത് ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അയച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് മറ്റേത് പുതിയ BLDCയുടെ കൺട്രോളോട് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞു. മോട്ടറോട് ഫിറ്റ് ചെയ്ത് ഓക്കെ. സ്ലീവൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓസിലേഷനെല്ലാം ഓക്കെയാണ്. ഇതിൻ്റെ കവറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കൂട്ടുകാർ, ഈ ടൈപ്പ് ചിറകാണ് ഇതിന് വേണ്ടത്. അല്ലാത്ത ലീഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ കറണ്ട് കൂടുതൽ വലിച്ചെടുക്കും. ഓക്കെ, ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. രണ്ടാമത്തെ സ്പീഡിലാണ്. 4, 3, 4. വലിയ സൗണ്ടൊന്നുമില്ല. ക്വയറ്റ് വർക്കിംഗ് ആണ്. അഞ്ചാമത്തെ സ്പീഡിലാണ്. അഞ്ചാമത്തെ സ്പീഡ് നല്ല സ്പീഡാണ്. സിം ചെയ്യിക്കാം.
ഓക്കെ. നല്ല ക്ലീൻ വർക്കിംഗ് ആണ്.